അടുത്ത ഒരു നല്ല ക്വസ്റ്റൻ ആണ്. പ്രൂവ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് ഒരു ചാർജ് എടുക്കാം. ഇതാ ഒരു പോസിറ്റീവ് ചാർജാണ്. ഇതിപ്പോൾ ഇരിക്കുന്നത് ഒറിജിനിലാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള 2 പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. അടുത്തടുത്തുള്ള 2 പോയിന്റ് ആണ്, വളരെ ക്ലോസ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ദൂരെ വരച്ചിരിക്കുന്നേ ഉള്ളൂ. സോ എയും ബിയും. ഇനി എയിലെ പൊട്ടൻഷ്യൽ വി പ്ലസ് ഡി വിയും ബിയിലെ പൊട്ടൻഷ്യൽ വിയും ആണ്. അപ്പൊ എവിടെയാണ് കൂടിയ പൊട്ടൻഷ്യൽ? എയിലാണ് കൂടിയ പൊട്ടൻഷ്യൽ. അതെന്താ എയിൽ തന്നെ കൂടിയ പൊട്ടൻഷ്യൽ വരുന്നത്? ബിയിൽ കൂടിയ പൊട്ടൻഷ്യൽ ആയിക്കൂടെ? നമ്മൾ പഠിച്ചെന്താണ്? പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്നാണ് നമ്മൾ പഠിച്ചത്. ബട്ട് ഡിസ്റ്റൻസ് കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ കൂടും. അപ്പൊ ഇവിടെ ഒരു ചാർജ് ഇരിക്കുകയാണ്. അപ്പൊ എയിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവാണ്. അപ്പൊ പൊട്ടൻഷ്യൽ അവിടെ കൂടുതലായിരിക്കും. അപ്പൊ എയിലെ പൊട്ടൻഷ്യൽ വി പ്ലസ് ഡി വി, ബിയിലെ പൊട്ടൻഷ്യൽ വി. ഇനി ഈ 2 പോയിന്റ് തമ്മിലുള്ള ദൂരം ഡി ആർ ആണ്. എത്രയാ? ഡി ആർ. ഓക്കെ, സോ വി ഹാവ് എ ചാർജ് ക്യൂ അറ്റ് ഒറിജിൻ. We consider 2 points A and B. The distance between them is dr. The potential at A is greater. Why potential at A is greater? We know potential due to a charge is inversely proportional to R. So here distance is less. So potential is greater. So the potential at A is taken as V plus dV. Potential at B is taken as V. Okay. Then I want to move a charge Q0. എനിക്ക് Q0 എന്ന് പറയുന്ന ഒരു ചാർജിനെ മൂവ് ചെയ്യണം. ഇപ്പൊ ഇവിടെ there is an electric field here. അപ്പൊ ഈ കൊച്ചു റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ E ആണ്. എത്രയാണ്? E ആണ്. അപ്പൊ ഞാൻ എന്റെ ഈ Q0 എന്ന് പറയുന്ന ചാർജിനെ ബിന്ന് എയിലോട്ട് മൂവ് ചെയ്യുന്നു. ബിന്ന് എയിലോട്ട് മൂവ് ചെയ്യുന്നു. ബിന്ന് എയിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് എന്റെ ചാർജിനെ റിപ്പൽ ചെയ്യും. കാരണം അതും പോസിറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇത്രയും സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് E ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ചാർജിന്റെ പുറത്ത് എത്ര ഫോഴ്സ് കൊടുക്കും? ഇ Q0. ഇ ക്യൂ ആണ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ Q0 ആവുകൊണ്ട് ഇ Q0. അതെങ്ങോട്ടായിരിക്കും? അങ്ങോട്ടല്ലേ റിപ്പൽസീവ് ഫോഴ്സ്. അപ്പൊ അങ്ങോട്ടാണ് എന്റെ ചാർജിന്റെ മണ്ടയ്ക്ക് ഈ ചാർജ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് എത്ര ഫോഴ്സ് കൊടുക്കണം? മൈനസ് ഇ Q0 എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കണം, അല്ലേ? അപ്പൊ എന്റെ എയിം എന്താണ്? ബിയിൽ നിന്ന് എയിലേക്ക് ആരെ തള്ളിക്കൊണ്ടുവരണമെന്നാണ് എന്റെ ഉദ്ദേശം? Q0യെ തള്ളിക്കൊണ്ടുവരണം. അപ്പോ ഞാൻ എത്ര ഫോഴ്സ് കൊടുക്കണം? നമ്മുടെ ഈ ചാർജ് ആ ചാർജിന്റെ മണ്ടയിൽ കൊടുക്കുന്ന ഫോഴ്സ്, ഈ ചാർജ് കാരണം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ കൊച്ചു സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഇ ആണ്. ഇലക്ട്രിക് ഫീൽഡ് എന്റെ ചാർജിന്റെ പുറത്ത് ഒരു ഫോഴ്സ് കൊടുക്കും. എത്രയാ? ഈ Q0 അങ്ങോട്ട്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചാർജിനെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തള്ളിക്കൊണ്ടുവരാൻ ഞാൻ കൊടുക്കേണ്ട ഫോഴ്സ് എന്താ? എക്സ്റ്റേണൽ ഏജൻസി കൊടുക്കേണ്ട ഫോഴ്സ് എന്താണ്? മൈനസ് ഇ Q0. അപ്പൊ മൈനസ് ഇ Q0 എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് നീക്കുകയാണ്. എത്ര ദൂരം നീക്കുന്നു? dr ദൂരം നീക്കുന്നു. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? എഫ് ഡോട്ട് ഡി എന്നാണ്. ഇവിടെ അപ്ലൈഡ് ഫോഴ്സും ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റും ഇങ്ങോട്ടാണ്. അപ്പോൾ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്താ വരും? 0. അപ്പൊ എഫ് ഡോട്ട് ഡി എന്തായിട്ട് മാറും? എഫ് ഡോട്ട് ഡി എന്ന് പറയുന്നത് എഫ് ഡി ആയിട്ട് മാറും. എന്തായിട്ട് മാറും? എഫ് ഡി ആയിട്ട് മാറും. ഇവിടുത്തെ അപ്ലൈഡ് ഫോഴ്സ് എത്രയെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നു, മൈനസ് ഇ Q0. ഇനി എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി? dr. അപ്പൊ ഇതാണ് വർക്കിന്റെ ആൻസർ. ഇനി വർക്ക് കണ്ടുപിടിക്കാൻ വേറെ ഏതെങ്കിലും ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വർക്ക് ബൈ ചാർജ് എന്നല്ലേ? അപ്പൊ അതിൽ നിന്ന് വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? പറയൂ. വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് കണ്ടുപിടിക്കാനുള്ള അടുത്ത ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ്. ഈ 2 പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി പ്ലസ് ഡി വി, അവിടുത്തെ പൊട്ടൻഷ്യൽ വി. അപ്പൊ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഡി വി അല്ലേ? അപ്പോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡി വി ഇൻറ്റു ചാർജ് എത്രയാണ്? Q0. അപ്പോ നമുക്കിവിടെ 2 ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 1, ഇക്വേഷൻ 2 രണ്ടും വർക്കാണ്. അപ്പൊ LHS സെയിം. അപ്പൊ RHS ഇക്വേറ്റ് ചെയ്തൂടെ? അപ്പൊ മൈനസ് ഇ Q0 പറയൂ, dr ഈസ് ഈക്വൽ ടു dv Q0 എന്നാണ്. അപ്പുറം Q0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി ഇയുടെ ആൻസർ പറയൂ. E ഈസ് ഈക്വൽ ടു dv ഡിവൈഡഡ് ബൈ
മൈനസ് എന്ത് വരും, മൈനസ് ഡി ആർ, അല്ലെങ്കിൽ മൈനസ് ഇവിടെ ഇടാം ഡി ആർ. ഇപ്പൊ നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. ഇന്റൻസിറ്റി ഈസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇന്റൻസിറ്റി ഈസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ബൈ ഡിസ്റ്റൻസ് അല്ലേ? ഇവിടുത്തെ ഡിസ്റ്റൻസ് ഡി ആർ അല്ലേ? അപ്പൊ പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. നമ്മൾ പ്രൂവ് ചെയ്തു എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. ഓക്കെ, ഞാനിത് മൊത്തത്തിൽ ഒന്നും കൂടെ പറയാം. We have a charge Q at the origin. So we have a charge Q at origin. We consider 2 points A and B. Very close points, but in figure it is shown like this. But keep in mind the distance between A and B is very small. Then what is the distance between these 2 points? dr. Then we know potential is inversely proportional to R. So distance to this A is small. So potential there is more. Okay. So potential at A is taken as V plus dV. Potential at B is taken as V. Okay. No doubt. Then see, in this small region there is an electric field E. In that small region there is an electric field E. We assume that it is constant because the region is very, very small. See, due to this charge there is an electric field here. We assume that it is constant. Okay, as the region is a small region, we assume that the electric field is constant. Then I have a charge Q0. I have a charge Q0. I want to move that charge from B to A. I want to move a charge Q0 against this field. See, this Q0 will be repelled by this. Am I right? Okay. To that side. Okay. So what is the force acting on Q0? The electric field here is E. The charge is Q0. So what is the force? EQ0. Am I right? Force is equal to EQ. So here Q0. So EQ0 is a force acting on this. So towards that side. So due to this charge, there is an electric field E. That electric field will exert a force on this charge to that side. Okay, no problem. Then the external agency must apply an equal force in the opposite direction. So what is the force given in this direction? What is the force given in this direction? Minus EQ0. By applying that force, we are moving along a small path dr. So what is the work done for this process? Work is equal to, what is the general formula for work? Work is equal to F dot D. Here applied force is to this side. The displacement is also in the same direction. So angle between F and D is 0. So F dot D becomes FD. So F dot D becomes FD. What is the applied force? Applied force is minus EQ0. Then displacement is dr. Equation number 1. So I got the answer of work. Then you know this equation. Potential difference is equal to work divided by charge. Then what is work? Work is equal to potential difference into charge. We are using that equation. Again we are calculating the work. Work is equal to potential difference into charge. What is the potential difference between these 2 points? Potential here is V plus dV. Potential there is V. What is the potential difference? dV. So potential difference is dV into, what is the charge moved? What is the charge moved? Q0. So this is the second equation. We have 2 equations to calculate work. LHS same. So RHS can be equated. So you equate minus EQ0 dr is equal to dV into Q0. Q0 cancelled, we get minus E dr is equal to dV. Or tell me, what is E? E is equal to, tell me, E is equal to dV divided by minus dr, or minus dV by dr. So we have proved that intensity is negative potential gradient.
Gradient of something means something by distance. Here, potential divided by distance. So, intensity is equal to negative potential gradient. Shall I ask you a question? Name the physical quantity which is a negative of potential gradient. What is your answer? Intensity of electric field. So, name the physical quantity which is negative of potential gradient. Answer, intensity of electric field. So, it is a nice question. Okay. Now, you listen. We studied just now E equal to minus dV by dr. Okay. Then, or dV by dr equal to what? dV by dr equal to what? Minus E. Am I right? dV by dr equal to minus E. This is a result I got. No doubt. Now, you know potential is a scalar quantity. Potential is a scalar quantity. Now, what is a LHS? Potential divided by distance. It is potential gradient. Potential gradient is a vector quantity. Potential gradient is a vector quantity. Keep in mind. Then what is its direction? See, you have the equation. Potential gradient equal to negative of electric field. That is, potential gradient is in the opposite direction of electric field. Keep in mind. What is the direction of potential gradient? In the opposite direction of electric field. Very important point. You know, E equal to minus dV by dr. From this, what is dV by dr? dV by dr equal to minus E. Then, what is LHS? It is potential gradient. Potential gradient equal to negative E. It is a result you got. You know, potential is a scalar quantity. Am I right? Then, what is this? This is potential gradient. Keep in mind, potential gradient is a vector quantity. Potential gradient is a vector quantity. Now, what is the direction of it? You see, potential gradient equal to negative E. So, potential gradient is in the opposite direction of electric field. Okay? Next section, you are going to find the potential when E is known. E അറിയാമെങ്കിൽ potential കണ്ടുപിടിക്കുന്ന method. Simple method. അത്രയും വലിയ important ഒന്നുമല്ല. Just keep in mind. You know, E equal to minus dV by dr. Okay. Then, what is dV then? dV equal to, tell me, dV എത്ര വരും? Minus EdR എന്ന് വരില്ലേ? Then, രണ്ട് സൈഡിൽ ഞാനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം എന്തായി? ഇൻ്റഗ്രൽ dV equal to ഇൻ്റഗ്രൽ മൈനസ് EdR എന്നായി. ഇവിടുത്തെ വേരിയബിൾ ഏതാണ്? dV എന്നാണ് നടക്കുന്നത്. അപ്പോൾ വേരിയബിൾ V ആണ്. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ V ആണെന്ന് മനസ്സിലായി. അപ്പോൾ V1 to V2 എന്ന് ഞാൻ ഇട്ടു. ഇനി ഇവിടുത്തെ വേരിയബിൾ dr നടക്കുന്നുണ്ടോ? അപ്പോൾ വേരിയബിൾ R ആണ്. അപ്പോൾ ഇവിടെ R1 to R2 എന്ന് എഴുതി. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി ഞാൻ പറയുന്നതിൻ്റെ ആൻസർ പറയണം. ഇൻ്റഗ്രൽ ഡിവിയുടെ ആൻസർ എന്താണ്? ഇൻ്റഗ്രൽ dx എന്താണ്? x ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡിവിയുടെ ആൻസർ എന്താണ്? V. അപ്പോൾ V എഴുതി, സ്ക്വയർ ബ്രാക്കറ്റ് V1 to V2 then is equal to നെഗറ്റീവ് എടുത്ത് പുറത്ത് വെച്ചു. ഇൻ്റഗ്രൽ R1 to R2 EdR എന്ന് എനിക്കൊരു റിസൾട്ട് കിട്ടി. കുഴപ്പമില്ലല്ലോ. ഇനി ഇതിന് പകരം അപ്പർ ലിമിറ്റ് വിടുക, ലോവർ ലിമിറ്റ് വിടുക. അപ്പം എന്തായി? V2 മൈനസ് V1 ഈസ് ഈക്വൽ ടു പറയൂ മൈനസ് ഇൻ്റഗ്രൽ R1 to R2 EdR എന്നായി റിസൾട്ട്. കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ പറയാം, R1 ഡിസ്റ്റൻസിലുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലാണ് V1. R2 ഡിസ്റ്റൻസിലുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലാണ് V2. ഓക്കെ. ഇനി നമ്മുടെ R1 എന്ന് പറയുന്നത് R1 ഇൻഫിനിറ്റിയിലാണെന്ന് ഇരിക്കട്ടെ. ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എന്താണ്? ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എന്താ? ഇനി അബ്ദുള്ള, ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എന്താ? അയ്യേ, പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 Q ബൈ R അല്ലേ? ഇൻഫിനിറ്റി ആകുമ്പോൾ ആറിന്റെ വാല്യൂ ഇൻഫിനിറ്റി. 1/∞ എത്ര? 0. അപ്പൊ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്ര? 0. Keep in mind, what is the potential at infinity? 0. So, what is the potential at infinity? 0. So, ഒന്നും കൂടെ R1ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യലായ V1ന്റെ വാല്യൂ 0 വരും. അങ്ങനെയാണെങ്കിൽ ഈ R2നെ നിങ്ങൾ R എന്ന് എടുത്തോളൂ, V2നെ നിങ്ങൾ V എന്നും എടുത്തോളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. R1 ഡിസ്റ്റൻസിലുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലാണ് V1. ഇനി R2 ഡിസ്റ്റൻസിലുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലാണ് V2.
ഇനി R1 അങ്ങ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യലായ V1 അപ്പം എത്ര വരും? 0 വരും. ആ കേസിൽ R2ന്റെ വാല്യൂ R എന്ന് എടുക്കുക, V2ന്റെ വാല്യൂ V എന്ന് എടുക്കുക. അങ്ങനെയാണ് ഈ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈഡ് ആവും എന്ന് പറഞ്ഞാൽ മതി. V2ന് പകരം V മൈനസ് V1ന് പകരം 0 ഈസ് ഈക്വൽ ടു പറയും മൈനസ് ഇൻ്റഗ്രൽ R1 ടു R2 എന്നാണ് നടക്കുന്നത്. R1 ടു R2 എന്ത് വരും? R1 ഇൻഫിനിറ്റി ടു R2, R2ന് പകരം R ബാക്കി EDR എന്ന് കിട്ടി. കൊള്ളാമോ? ദെൻ V ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു R EDR എന്നൊരു റിസൾട്ട് കിട്ടി. ഇപ്പം നമുക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ പറയാം. V ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇൻറ്റൻസിറ്റി അറിയാമെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതല്ലേ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇൻറ്റൻസിറ്റി അറിയാമെങ്കിൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിരിക്കുന്നു. പൊട്ടൻഷ്യൽ എന്താണ് കിട്ടിയിരിക്കുന്നത് നോക്കൂ. പൊട്ടൻഷ്യൽ ഈസ് നെഗറ്റീവ്. നേരെ ശ്രദ്ധിക്കണം. പൊട്ടൻഷ്യൽ ഈസ് നെഗറ്റീവ്. ഇവിടെ ഒരു ഇൻ്റഗ്രേഷൻ അല്ലേ? ഇൻ്റഗ്രേഷൻ്റെ ഇവിടെ DR എന്ന് പറയുന്നത് DR എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഇന്റഗ്രേഷനെ ലൈൻ ഇന്റഗ്രേഷൻ എന്ന് പറയും. എന്തെന്ന് പറയും? ലൈൻ ഇന്റഗ്രേഷൻ. ഇവിടെ ഒരു ഏരിയ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ ഇന്റഗ്രേഷനെ ഏരിയ ഇന്റഗ്രേഷൻ എന്ന് പറയും. ഇനി ഇവിടെ വോളിയം ആണെങ്കിൽ ഇവിടെ വോളിയം ഇന്റഗ്രേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇത് ലൈൻ ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഈസ് നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ല? ഞാൻ പറയാം. V ഈക്വൽ ടു ഇതല്ലേ നമുക്ക് കിട്ടിയ റിസൾട്ട്. ഇവിടെ കിടക്കുന്നത് DR എന്നാണ്. അതൊരു ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു ഡിസ്റ്റൻസിനെ ഒരു ലൈൻ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ ഇന്റഗ്രേഷൻ ലൈൻ ഇന്റഗ്രേഷൻ. അപ്പോൾ ലൈൻ ഇന്റഗ്രൽ ആയിരിക്കും. ഇവിടെ ഏരിയ ആണെങ്കിൽ ഇവിടെ ഏരിയ ഇന്റഗ്രേഷൻ ആയിരിക്കും. നമ്മൾ ഗോസ് തിയറം പഠിച്ചപ്പോഴത്തേക്ക് E.ds എന്നെടുത്തു. അവിടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ അല്ലേ എടുത്തേ? അവിടെ സർഫസ് ഇന്റഗ്രൽ ആണ് നമ്മൾ എടുത്തത്. എന്താണ് എടുത്തത്? സർഫസ് ഇന്റഗ്രൽ. ഇവിടെ അതുപോലെ ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ട് ഇന്റഗ്രൽ എടുത്തിരിക്കുന്നു. അപ്പൊ ഇത് ലൈൻ ഇന്റഗ്രൽ ആണ്. എന്താണിത്? അപ്പൊ ഈ റൈറ്റ് സൈഡ് ഞാൻ പറയാം. ലൈൻ ഇന്റഗ്രൽ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ലൈൻ ഇന്റഗ്രൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ ഈസ് negative line integral of electric field. So prove that potential is negative line integral of electric field എന്ന് ചോദിച്ചാൽ ഇത് അത്ര എഴുതി വയ്ക്കണം. അപ്പോൾ what is our question? Prove that potential is negative line integral of electric field. Shall I ask you a question? Name the physical quantity which is negative line integral of electric field. What is answer? Potential. Question. Name the physical quantity which is negative line integral of electric field. Answer, it is potential. Okay, അപ്പോൾ ഞാൻ ഇത് ഫുൾ ആയിട്ട് ഒന്നും കൂടെ പറയാം. അപ്പോൾ എന്താണ്? Find the potential when E is known. Okay, so we know the equation E equal to minus dV by dr. Then cross it. I want the answer of dV. What is dV? It is minus EdR. No doubt. Then I am integrating both sides. So integral dV equal to, tell me, integral minus EdR. Okay. Then what is a variable here? dV can be found. So dV ആണ് കാണുന്നത്. So what is a variable? V is a variable. So limit V1 to V2. Then here you can find a dr. So what will be the variable? R. So R1 to R2. No doubt. Then integral dx is x. So integral dv v. So integral dv v. Then square bracket. Then v1 to v2. Then is equal to minus integral r1 to r2 edr. Then for this v you put upper limit. Then minus lower limit. So v2 minus v1 is equal to negative integral r1 to r2 EdR. No doubt. Now you keep in mind the potential at R1 distance is, at R1 distance the potential is V1. At R2 distance the potential is V2. It is a thing we have taken here. See, at R1 distance the potential is V1. At R2 distance potential is V2. Now if R1 is equal to infinity, you suppose that R1 is infinity,
then what is the potential there? Potential will be, say, what is the potential at infinity? Potential is equal to 1 by 4 pi epsilon 0 q by r. It is the equation. At infinity distance, r becomes infinity. Then what will be the answer? 0. So keep in mind, what is the potential at infinity? 0. Say, at r1 distance, the potential is v1. If r1 is at infinity, then the potential value becomes 0. In that case, you keep this r2 as r and v2 as v. Once again, at r1 distance, what is the potential? v1. At r2 distance, what is the potential? v2. Then if r1 is at infinity, then the value of v1 becomes 0. In that case, you take r2 as r and v2 as v. Now put the values here. v2 minus v1 becomes, tell me, v minus 0. So v minus 0 equal to integral minus integral r1 infinity, r2, what is r2? r, then edr. No doubt. Then v minus 0, v equal to negative integral infinity to r edr. So here we are getting a very important result. Potential is equal to negative line integral of electric field. We are getting the result. Potential is equal to negative line integral of electric field. So what you have proved? You have proved that potential is equal to negative line integral of electric field. So a very nice question.